PSC ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ വന്നിട്ടുള്ള മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുന്നത്. എക്സ് എന്നത് ഒരു മൂന്നക്ക സ്വാഭാവിക സംഖ്യയാണ്. സ്വാഭാവിക സംഖ്യയാണെന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ നമ്പർ ആണെന്നുള്ളതാണ്. അതായത് നമ്മുടെ എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എന്നിങ്ങനെ. അതിനാൽ ആ സംഖ്യയും അതിൻ്റെ വിപരീതം എന്ന് പറഞ്ഞാൽ ആ സംഖ്യനെ തിരിച്ചെഴുതുന്നത് തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്തുള്ള അക്കവും എക്സിൻ്റെ യൂണിറ്റിൻ്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ളതാണ് ചോദ്യം. ചോദ്യം കുറച്ച് വലുതാണെങ്കിലും എളുപ്പമാണ് ചെയ്യാൻ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നക്ക സംഖ്യയാണ് തന്നിട്ടുള്ളത് എന്നിരിക്കട്ടെ. എക്സ് എന്നത് ഒരു മൂന്നക്ക സംഖ്യയാണ്. എക്സ് എന്ന് പറയുന്നത് ഒരു മൂന്നക്ക സംഖ്യയാണെന്ന് ഇരിക്കട്ടെ. അതിപ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിനെ വിപരീത പദമായിട്ട് എഴുതുമ്പോൾ സെഡ് വൈ എക്സ് ഇങ്ങനെയായിരിക്കും വരിക. 3 സംഖ്യകളുണ്ടായിരിക്കുമല്ലോ. ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സ് ഇത് 100ൻ്റെ സ്ഥാനത്ത് 100x പ്ലസ് 10y പ്ലസ് സെഡ് എന്നായിരിക്കും. ഇവിടെയോ 100z പ്ലസ് 10y പ്ലസ് എക്സ് എന്നുള്ളതായിരിക്കും. ഇതിൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 99 ആണ്. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. അപ്പോൾ അതൊന്ന് നേരെടുത്ത് എഴുതുമ്പോൾ 100x പ്ലസ് 10y പ്ലസ് സെഡ് മൈനസ് 100z മൈനസ് 10y മൈനസ് എക്സ് ഈക്വൽ ടു 99. അതിൽ 10y മൈനസ് 10y ക്യാൻസൽ ചെയ്ത് പോകും. 100x മൈനസ് എക്സ് 99x പ്ലസ് സെഡ് മൈനസ് 100z. അപ്പോൾ എന്ത് വരും? മൈനസ് 99 സെഡ് സമം 99 എന്ന് വന്നു. അപ്പോൾ ഇതിൽ രണ്ടിലും 99 നമുക്ക് പുറത്തെടുക്കുമ്പോൾ എക്സ് മൈനസ് സെഡ് ഈക്വൽ ടു 99 എന്ന് വന്നു. അപ്പോൾ നമുക്കിവിടെ എക്സ് മൈനസ് സെഡ് ഈക്വൽ ടു 99/99 എത്ര വരും? 1 എന്ന് വരും. ഇത്രയേ ഉള്ളൂ ചോദ്യം. എന്താണ്? 100ൻ്റെ സ്ഥാനത്തുള്ള അക്കവും ആ എക്സിൻ്റെ യൂണിറ്റിൻ്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദ്യം. ഇവിടെയാണ് എക്സ് 100ൻ്റെ സ്ഥാനത്തുള്ള അക്കം, സെഡ് യൂണിറ്റിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം അല്ലേ? അത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ ഇപ്പോൾ കിട്ടിയത് നമുക്ക്? എക്സ് മൈനസ് സെഡ് എന്ന് പറയുന്നത് അത് എത്രയാണ് കിട്ടി? 1 എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 1.